Hi students, in this section we are going to discuss problems related to continuous random variable. Then the first question is a random variable x has the PDF f of x given by f of x equal to c into x into e raised to minus x, where x greater than 0 equal to 0 when x less than or equal to 0. Find the value of c and cumulative distribution function, that is CDF of x. This is the question given. The random variable x has the PDF f of x given by f of x equal to cx into e raised to minus x, where x greater than 0 and equal to 0 when x less than or equal to 0. Then we want to find out the value of c and the cumulative distribution function of x. എങ്ങനെ ചെയ്യും? ഇത് ചെയ്യണമെങ്കിൽ നോക്കി, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമുക്ക് സി കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് ഞാൻ യൂസ് ചെയ്യുക. നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 0, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വാല്യൂ എന്താ 0 ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ത് വരും? സി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് ആ കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്യാം. അപ്പം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് 2 ഇൻ്റർവെല്ലായിട്ട്. അപ്പം മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും നോക്കി, മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അതായത് നെഗറ്റീവ് നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ വരുന്നത് ഫംഗ്ഷൻ വാല്യൂ വരുന്നത് 0 ആണ് അല്ലേ. അപ്പം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് തന്നെ വരും സി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി 0 ആയിപ്പോക്കും അല്ലേ. 0 ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞാൽ 0 തന്നെയല്ലേ വരുന്നത്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സി ഇൻറ്റു, ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ സി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സി ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലേ. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. അപ്പം സി കോൺസ്റ്റൻ്റ് ആണല്ലോ, ഞാൻ ഔട്ട് സൈഡിലേക്ക് നിർത്തുകയാണ്. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്രോഡക്റ്റ് റൂൾ വേണം വരുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻ്റഗ്രേഷനിൽ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ കാണാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? റിസൾട്ട് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് ആണ്. ഐലൈറ്റ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സിനെ ഫസ്റ്റ് എടുക്കണം, ദെൻ ലോഗരിതമിക് ഫംഗ്ഷൻ, ദെൻ ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ, ദെൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ദെൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഫൈനലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഇപ്പോഴും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സെയിം ഓർഡറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 വരും അല്ലേ. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 മൈനസ് integral of derivative of the first, that is 1 into e raised to minus x ൻ്റെ integral വേണം, that is e raised to minus x divided by -1. then between the limits 0 to infinity. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വരുന്നത് ഡി എക്സ് കൂടി എഴുതണം, ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് സി കോൺസ്റ്റൻ്റ് എടുത്തേ. ദെൻ എക്സ് ഇൻറ്റു ഇതിനെ നോക്കിക്കേ, മൈനസ് ഈ മൈനസിന് ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു, മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാലോ. എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി അല്ലേ. ഈ ടൈമിന് ലിമിറ്റ് കൊടുക്കാം. ദെൻ ഇതിന് വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും നോക്കി, മൈനസ് പ്ലസ് ആവും. എഗെയിൻ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ വേണം അല്ലേ. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 വരും. ഞാൻ ആ -1 ഇവിടേക്ക് എടുക്കുകയാണേ, കുഴപ്പമില്ലല്ലോ. ഇത് മൈനസ് പ്ലസ് ആവും. ദെൻ വീണ്ടും ഇ റേസ് ടു മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 വരും. ആ മൈനസിൽ ഞാൻ ഔട്ട് സൈഡിലേക്ക് എഴുതി. ദെൻ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 to infinity equal to 1 എന്ന് കിട്ടും. Therefore, C
ഇൻറ്റു ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുവാണേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കി ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ്. ബട്ട് ഈസ് ഇ റേസ് ടു ഇൻഫിനിറ്റി, ഇ റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇ റേസ് 1/(e⁻⁻⁻) എന്ന് എഴുതാം അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ 1/∞ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 0 വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ നോക്കി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ടേം എന്തായി പോകും? ദറ്റ് ഈസ് 0. ഓക്കെ, ദെൻ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം ലോവർ ലിമിറ്റ് 0 അല്ലേ കൊടുക്കുന്നത്. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴത്തേക്കും എന്താവും? ദറ്റ് ഈസ് 1 അല്ല 0 ആയി പോകും അല്ലേ. ഇവിടെ എക്സ് ഇൻറ്റു അപ്പോൾ ഈ പ്രോഡക്റ്റ് 0 ആയി. ദെൻ അടുത്ത് ഇവിടെ കൊടുക്കണം അല്ലേ. അപ്പം മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി പോകും? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്താവും? 1 ആവും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് സി ഇൻറ്റു മൈനസ് എന്താവും? +1 ആവും അല്ലേ. സി ഇൻറ്റു 1 ഈക്വൽ ടു 1. ദെയർഫോർ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് സി ഈക്വൽ ടു 1. Therefore f of x എന്ത് കിട്ടും? Therefore the probability density function f of x equal to സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? 1 ആയി. അപ്പോൾ x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എപ്പോഴാണ്? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്തുകൂടെ കാണണം? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കി -∞ മുതൽ എക്സ് വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം നോക്കി ഈ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അല്ലേ, നെഗറ്റീവ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 അല്ലേ വരുന്നത്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതിനെ ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണേ. ഇൻ്റഗ്രൽ -∞ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാമല്ലോ. കാര്യം പിടികിട്ടിയോ? -∞ മുതൽ എക്സ് വരെയാണ്. ദെൻ എക്സ് പോസിറ്റീവായിട്ടുള്ള നമ്പർ ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു തന്നെ വരും -∞ മുതൽ 0 വരെ, ദെൻ 0 ടു എക്സ് വരെ. ദെൻ ഈ ഫംഗ്ഷൻ എന്താ ഇപ്പം -∞ ടു 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവും. ദെൻ ഇതിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഈസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ ഇൻറ്റു dx, x into e raised to minus x into dx. That's equal to ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എന്ത് വരും? 0 ടു ഇൻഫിനിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത് നോക്കിയേ? എക്സ് ഇൻറ്റു ഇ റേസ് ടു ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തത് നേരത്തെ പോലെ തന്നെ മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് വരുന്ന എക്സ് ആണേ, വിട്ടുപോയി സോറി. എക്സ് ഇൻറ്റു -x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി. നോക്കി മൈനസ് പ്ലസ് ആവും. എഗെയിൻ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റർവൽ എന്താ വരുന്നത്? മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും അല്ലേ. മൈനസ് പ്ലസ് ആവും. ഇവിടെ സൈൻ പ്ലസ് ആയി. പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റർവൽ കാണുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ -1 വരും. ആ മൈനസിന് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 ടു എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കിക്കേ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതെന്താവും നോക്കി? -x ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ദെൻ ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്തായി പോവും? 0 ആയി പോവും അല്ലേ. അപ്പം ഫസ്റ്റ് ടൈം കഴിഞ്ഞു. മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? ഇ റേസ് ടു 0. ദാറ്റ്സ് ഈക്വൽ ടു 1 ആയി പോവും അല്ലേ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലേ. ഇവിടെ ഒരു 1 ഉണ്ട്. -+1 ആവും. 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ അല്ലേ. 1 മൈനസ് ഇത് 1 -+1 ആയി മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് നോക്കി ഇവിടെ നിന്നൊരു മൈനസിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് എക്സിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് x into e raised to minus x when x greater than 0 or equal to 0
elsewhere. Equal to 0 elsewhere. This is actually the distribution function or cumulative distribution function. But cumulative distribution function കാണാനായിട്ട് -∞ മുതൽ എക്സ് വരെ. ദെൻ എക്സ് നെഗറ്റീവ് ആവുന്ന കേസിൽ എന്ത് സംഭവിക്കും? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. എക്സ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഇത് 0 ആയിപ്പോകും. പോസിറ്റീവ് ആവുന്ന കേസിൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 0, -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലാകാം എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ പ്രൊസീഡ് ചെയ്യേണ്ടുള്ളൂ. നെഗറ്റീവ് ആവുന്ന കേസിൽ 0 ആയിപ്പോകും. അപ്പോൾ പ്രൊസീഡ് ചെയ്ത് വന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും 1 - 1 + x × e⁻x ആൻഡ് ഈക്വൽ ടു 0 elsewhere. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണുന്നു അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ ഇതേപോലുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, എളുപ്പമുള്ള പ്രോബ്ലമാണ്. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് ദ പ്രോബബിലിറ്റി ലോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് പ്രോബബിലിറ്റി ലോ f(x) = ax² where 0 less than or equal to x less than or equal to 1. Determine a and find the probability that x lies between 1/4 and 1/2. A continuous random variable x follows the probability law. That means its probability density function is f(x) = ax², where 0 less than or equal to x less than or equal to 1. Determine a and find the probability that x lies between 1/4 and 1/2. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a, ദെൻ അടുത്ത ചെയ്യേണ്ട പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2 കാൽക്കുലേറ്റ് ചെയ്യണം. എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടും? സിൻസ് ഇഫ് f(x) is a PDF probability density function, then integral -∞ to ∞ f(x) dx should be equal to 1. ദെൻ നോക്കിക്കേ, 0 മുതൽ 1 വരെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? -∞ to 0 f(x) dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 f(x) dx പ്ലസ് ഇൻ്റഗ്രൽ 1 to ∞ f(x) dx should be equal to 1 എന്ന് കിട്ടും അല്ലേ. ദെൻ ഇതിൻ്റെ എല്ലാ വാല്യൂസ് നമുക്ക് 0 ആയി പോകും അല്ലേ. ആകെപ്പാടെ 0 to 1 മാത്രമല്ലേ ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പം ദിസ് ഇംപ്ലൈസ് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 f(x) എന്താവും? ax² dx equal to 1. ദെൻ എന്ത് ചെയ്യുക? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. a × x³/3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 0 to 1 ഈക്വൽ ടു അല്ലേ. എ കോൺസ്റ്റൻ്റ് ഔട്ട്സൈഡിലേക്ക് നിർത്തി x² ഇൻ്റർവെൽ വരുന്ന x³/3 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. a × അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/3 മൈനസ് ലോവർ ലിമിറ്റ് ഈസ് 0 ഈക്വൽ ടു 1 എന്ന് കിട്ടും. therefore a/3 ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലേ. വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു 3. എയുടെ വാല്യൂ കിട്ടി, a ഈക്വൽ ടു 3 എന്ന് കിട്ടി. ദെൻ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ടല്ലോ. പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 to 1/2 f(x) dx അല്ലേ. നമ്മൾ നേരത്തെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. p of a less than or equal to x less than or equal to b is integral a to b f(x) dx എന്നുള്ള കാൽക്കുലേഷൻ പറഞ്ഞിരുന്നു. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/4 to 1/2 f(x)ൻ്റെ വാല്യൂ എന്താ? ax² ആണ്. എയുടെ വാല്യൂ കിട്ടില്ലേ. ദാറ്റ് ഈസ് 3x² dx. ദാറ്റ്സ് ഈക്വൽ ടു 3 × x³/3 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1/4 to 1/2. 3 3 ക്യാൻസൽ ആവുമല്ലോ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2 the whole cube മൈനസ് 1/4 the whole cube. 1/2ൻ്റെ ക്യൂബ് എന്ത് വരും? 1/8 മൈനസ് 1/4ൻ്റെ ക്യൂബ് എന്ത് വരും? 1/64. ദാറ്റ്സ് ഈക്വൽ ടു 64 LCM എടുത്താൽ 8 - 1 ദാറ്റ്സ് ഈക്വൽ ടു 7/64. ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ട് എന്ത് പറയുകയാണ്?
നമ്മളോട് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇൻ്റഗ്രൽ -∞ to ∞ f(x) dx = 1, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യും. ദെൻ പ്രോബബിലിറ്റി 1/4 a ≤ x ≤ b കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ a to b f(x) dx ഇവാലുവേറ്റ് ചെയ്യും. പ്രോബ്ലം ക്ലിയർ ആണല്ലോ. എനിവേ താങ്ക് യു.